എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നബിദിനാശംസകൾ നേരുകയാണ്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത വച്ചിട്ട് നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾക്ക് കൂടി ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആകട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ ഈ വീഡിയോ എത്ര പേർക്ക് ഇഷ്ടപ്പെടും എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ഈ ചാനലിൽ എനിക്കിന്ന് ഈ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുന്നവർ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്തേക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ കുറേ നാളായിട്ട് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട്, സംസം എന്നൊരു വാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അത് എന്താണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു ശരിക്കും പറയുകയാണെങ്കിൽ. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാനിപ്പോൾ ഇങ്ങനെ വീഡിയോ ഇങ്ങനെ നോക്കി പോകുമ്പോഴത്തേക്കാണ് ഞാൻ കണ്ടത് ഇങ്ങനെ ഈ സംസം കിണർ എന്നുള്ള ആ ഒരു സംഭവത്തെ പറ്റി. അപ്പോൾ ഞാൻ ഓർത്തു ഇതെന്താ ഈ സംസം കിണറെന്ന്. അങ്ങനെ ഞാനിങ്ങനെ നോക്കുമ്പോഴാണ് എനിക്ക് അത് മനസ്സിലായത്. ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഈ ഇന്ന ദൈവങ്ങൾ എന്നൊന്നുമില്ല. ശരിക്കും ഈ ചരിത്രപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കേൾക്കാനും കാണാനും എനിക്ക് വളരെ താല്പര്യമാണ്. അതിപ്പോൾ ഹിന്ദുമതം തന്നെ ആവണമെന്നില്ല. അത് ക്രിസ്ത്യൻ മതമായാലും ഇസ്ലാം മതമായാലും ഏത് മതത്തിൻ്റെ കാര്യത്തിലായാലും. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും ഇന്ന് നബിദിനമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വീഡിയോ എൻ്റെ ചാനലിൽ കൂടി നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന്. അതിൽ ഇഷ്ടപ്പെടുന്നവർ ദയവ് ചെയ്ത് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇഷ്ടമല്ലാത്തവർ തെറി വിളിക്കാതെ ദയവ് ചെയ്ത് പോവുക. കാര്യം എന്ന് വെച്ചാൽ ഇത് എല്ലാവർക്കും അറിയാമല്ലോ, ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണെന്നും കൂടുതലും അങ്ങനെയുള്ള പോസ്റ്റുകളൊക്കെ ഒരുപാട് ഇടുന്ന ആളും കൂടിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലർക്കെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിനോട് ചിലപ്പോൾ എതിർപ്പുണ്ടാവാം. അങ്ങനെ എതിർപ്പുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ, അങ്ങനെയുള്ള സഹോദരങ്ങളുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നമ്മുടെ ഈ വീഡിയോ കാണാതിരിക്കുക. തംബ്നെയിൽ കണ്ടിട്ട് നിങ്ങൾ കയറാതിരിക്കുക. ഇഷ്ടമുള്ളവർ മാത്രം എൻ്റെ ചാനലിലേക്ക് വരിക. അത് ഞാൻ എൻ്റെ എല്ലാ വീഡിയോകളും പുറത്തേക്ക് ഇടുന്ന സമയത്തിന് ഞാൻ പറയുന്ന ഒരു കാര്യം തന്നെയാണ്, ഇഷ്ടമുള്ളവർ കാണുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ ഇനി സംസം കിണറിനെ പറ്റി ഞാനിപ്പോൾ എന്താണ് നിങ്ങളിലേക്ക് പറഞ്ഞു തരേണ്ടത്. ശരിക്കും പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഈ ഒരു വീഡിയോ. പക്ഷേ ഇതിന് എനിക്ക് സ്ട്രൈക്ക് കിട്ടുമോ എന്നുള്ള കാര്യമൊന്നും എനിക്ക് അറിയില്ല. എനിക്ക് കിട്ടുമോയെന്നൊന്നും എനിക്ക് തീർത്ത് പറയാൻ പറ്റുന്നില്ല. എന്തായാലും പടച്ച റബ്ബിൻ്റെ ആ ഒരു അനുഗ്രഹം കൊണ്ട് സ്ട്രൈക്ക് കിട്ടാതിരിക്കട്ടെ ഈ വീഡിയോയ്ക്ക് എന്ന് ഞാൻ ഒരുപാട് പ്രാർത്ഥനയോടുകൂടിയൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കേട്ടോ. കാരണം ഇത് നമ്മൾ അറിയപ്പെടുന്ന ഒരു ന്യൂസ് ചാനലിൽ വന്ന ആ ഒരു ക്ലിപ്പാണ് ഞാൻ എടുത്തിടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എത്രമാത്രം അത് കോപ്പിറൈറ്റും സ്ട്രൈക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല. ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി ഇങ്ങനെ ഒരു ക്ലിപ്പ് കണ്ടപ്പോൾ. അതുകൊണ്ടാണ് അതെടുത്തിടാമെന്ന് വിചാരിക്കുന്നത്. എന്തായാലും ആ ഒരു ക്ലിപ്പ് നിങ്ങൾ കണ്ടിട്ട് വാ. എന്തായാലും ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാ മുസ്ലിം സഹോദരങ്ങൾക്കും ഇതേക്കുറിച്ച് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ഹൈന്ദവ സഹോദരങ്ങൾക്കോ അതുപോലെ ക്രൈസ്തീയ സഹോദരങ്ങൾക്കോ അറിയാൻ പാടില്ലായിരിക്കാം. പക്ഷേ എന്ത് തന്നെയാണെങ്കിലും എനിക്ക് ഈ വീഡിയോ ഒരുപാട് ഇഷ്ടമായി. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകതയിൽ ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് തരികയാണ്. കണ്ടു നോക്കട്ടോ. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യജലമാണ് സംസം. മക്കയിലെ കബയ്ക്കരികിലുള്ള സംസം കിണറിനകത്തെ പുതിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇർഹാം കാര്യാലയം പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളും ചരിത്രവും കാണാം. ദൈവനിർദ്ദേശപ്രകാരം മതപ്രബോധനത്തിനായി ഇബ്രാഹിം നബി ഭാര്യ ഹാജറ ബീവിയെയും കൈക്കുഞ്ഞായിരുന്ന മകൻ ഇസ്മായിലിനെയും മരുഭൂമിയിൽ ഉപേക്ഷിച്ചു പോകുന്നു. വിജനമായ മരുഭൂമിയിൽ ഒരിറ്റു വെള്ളം ലഭിക്കാതെ ഹാജറ ബീവി അലഞ്ഞു. മരുഭൂമിയിൽ കുഞ്ഞിനെ കിടത്തി ഹാജറ ബീവി വെള്ളം അന്വേഷിച്ചോടി. ദാഹിച്ചു കരഞ്ഞ കുഞ്ഞ് ഇസ്മായിലിന്റെ കാൽപാദം തട്ടിയ ഭാഗത്ത് നിന്നും വെള്ളം ഉറവ പൊട്ടി. അതിന്റെ പ്രവാഹം അടങ്ങാതായപ്പോൾ വെള്ളത്തെ നോക്കി ഹാജറ ബീവി സംസം എന്ന് പറഞ്ഞു. സംസം എന്നാൽ അടങ്ങൂ എന്നാണ് അർത്ഥം. ഇതാണ് ഇസ്ലാമിക ചരിത്രത്തിലെ സംസം. സംസം പുണ്യജലമാണെന്ന് പ്രവാചക പാഠം. ഒരിക്കലും പറ്റാത്ത കിണറാണിത്. ആഴം 30 മീറ്റർ. 3.4 മീറ്റർ താഴ്ചയിൽ തന്നെ ജലവിധാനം. സെക്കൻഡിൽ 80 ലിറ്റർ ജലം പുറത്തെത്തുന്നു. എത്ര ജലമെടുത്താലും ജലവിധാനം പഴയ നിലയിലേക്ക് തന്നെ എത്തും. നിലവിൽ 2 ലക്ഷം ലിറ്റർ വെള്ളം മക്കയിൽ മാത്രം വിതരണം ചെയ്യുന്നുണ്ട്. നേരത്തെ കാബക്കരികിൽ നിന്നും താഴേക്കിറങ്ങിയാൽ കാണും വിധമായിരുന്നു കിണർ. ഇന്നത് സുരക്ഷ കണക്കിലെടുത്ത് മതാഫിന് താഴെയാക്കി. കാബയിലെ ഹജുൽ അസ്വദ് എന്ന കറുത്ത മുത്ത് നിലനിൽക്കുന്ന മൂലയിൽ നിന്ന് 21 മീറ്റർ മാത്രം അകലത്തിലാണ് സംസം കിണർ നിലകൊള്ളുന്നത്. ഇവിടെ ഇപ്പോൾ കാബയുടെ മുറ്റം അഥവാ മതാഫാണ്. കഴിഞ്ഞ വർഷം മതാഫ് തുറന്ന് സംസം കിണറിന്റെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയിരുന്നു. ഇതിന് താഴെയുള്ള ഇന്നത്തെ കാഴ്ചകളാണിത്.
പ്രത്യേക സംഘം വെള്ളത്തിന്റെ ഗുണനിലവാരവും ജലവിധാനവും പരിശോധിക്കാനുണ്ട്. ഇതിനായി കഴിഞ്ഞ ദിവസം പരിശോധക സംഘം എത്തിയപ്പോൾ പുറത്തുവിട്ടതാണ് ഈ ദൃശ്യങ്ങൾ. വിദേശികൾക്ക് സൗജന്യമായി വെള്ളം ശേഖരിക്കാൻ കഅബക്കരികിലും പുറത്തും മദീനയിലും മസ്ജിദ് ഖുബായിലും പൈപ്പുകളുണ്ട്. പ്രത്യേകം പാക്ക് ചെയ്ത ബോട്ടിലുകൾ പാക്കിംഗ് ചാർജ് നൽകിയാൽ ലഭിക്കും. റമദാനിൽ ഹറമിൽ നോമ്പ് തുറക്ക് നൽകുന്നതും സംസം വെള്ളവും ഈത്തപ്പഴവുമാണ്. സഹസ്രാബ്ദങ്ങളുടെ ചരിത്രം പേറി ഇന്നും നിറഞ്ഞു നിൽക്കുകയാണ് ഈ തെളിഞ്ഞിലുറവ. റഹ്മാൻ, മീഡിയ 1, മക്ക. ഇസ്ലാം മത വിശ്വാസികളുടെ പുണ്യജലമാണ് സംസം. മക്കയിലെ കബയ്ക്കരികിലുള്ള സംസം കിണറിനകത്തെ പുതിയ ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം ഇരുഹറം കാര്യാലയം പുറത്തുവിട്ടിരുന്നു. ആ ദൃശ്യങ്ങളും ചരിത്രവും കാണാം. അപ്പോൾ നമ്മുടെ സംസം കിണറിനെ കുറിച്ച് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടല്ലോ. എന്തായാലും എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഈ വീഡിയോയിൽ ഇഷ്ടമായിട്ടുള്ള എല്ലാവരും ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തേക്കണം. ഇനി ഞാൻ എങ്ങനെ എൻ്റെ ചാനലിൽ ഇങ്ങനെ സംസം കിണറിൻ്റെ വീഡിയോ ഇട്ടുമെന്ന് പറഞ്ഞിട്ട് എൻ്റെ ഹൈന്ദവരാരും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം. സനാതന ധർമ്മങ്ങൾ ഫോളോ ചെയ്ത് പോകുന്ന ആരും അങ്ങനെ ചെയ്യില്ല. അവർക്കൊക്കെ എല്ലാ മതത്തെയും ബഹുമാനിക്കാനും സ്നേഹിക്കാനും ഒക്കെ കഴിയും. പക്ഷെ അതല്ലാത്ത ഹിന്ദുക്കളാണെന്ന് പറഞ്ഞിട്ടോ എന്നൊന്നും കാര്യമില്ല. ആ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ആരും അങ്ങനെ ഒന്നും ചെയ്യില്ല. പക്ഷേ ഹിന്ദു മതത്തിൽ വിശ്വസിക്കാത്ത ഹിന്ദുക്കൾ ആരും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നെ ആരും തെറി വിളിക്കാനൊന്നും വരണ്ട. കാര്യം അങ്ങനെ തെറി വിളിച്ചാലൊന്നും തെറി വിളിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. ഞാൻ എൻ്റെ ചാനലിൽ എന്തിടണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെ ഇടും. അതിലൊന്നും ഒരു രക്ഷയില്ല. കാരണം ഇതെന്ന് വെച്ചാൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. എൻ്റെ അഭിപ്രായങ്ങളും എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യമുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യങ്ങൾ എൻ്റേതായിട്ടുള്ള എൻ്റെ എന്താ അത് പറയേണ്ടത്, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങൾ, എൻ്റെ അഭിപ്രായങ്ങൾ, അതൊക്കെ എനിക്ക് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ടാണ് ഞാൻ എൻ്റെ ഈ യൂട്യൂബ് ചാനലിനെ കാണുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ശരിക്കും ഞാൻ ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൻ്റെ കാര്യം തന്നെ ക്യാഷ് മാത്രം മുന്നിൽ കണ്ടിട്ടല്ല. ശരിക്കും എൻ്റെ നിലപാടുകൾ എനിക്ക് വ്യക്തമാക്കാനും, ശരിക്കും നമ്മൾ വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് നമുക്ക് കുറേ പരിമിതികളുണ്ട്. നമുക്ക് പുറത്തൊരു സംഭവം നടക്കുമ്പോഴത്തേക്കും നമുക്ക് അവിടെ പോയി പ്രതികരിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് അത്രയും സ്വാതന്ത്ര്യമില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു സാധാരണ ഒരു പാവപ്പെട്ട വീട്ടിലെ ഒരു വീട്ടമ്മയാണ്. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റെ രണ്ട് കുട്ടികളുണ്ട്. എനിക്ക് ഒരു മോനും ഒരു മോളും. അതുപോലെ എനിക്ക് എൻ്റെ വയസ്സായ അച്ഛനുണ്ട്, അമ്മയുണ്ട്. അതുപോലെ തന്നെ എൻ്റെ ഭർത്താവുണ്ട്. എൻ്റെ എല്ലാം എൻ്റെ ഭർത്താവുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി അടങ്ങുന്നതാണ് നമ്മുടെ ഒരു ജീവിതം എന്ന് പറയുന്നത്. അപ്പോൾ എനിക്കൊരു സംഭവം എനിക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മൾ പലതും ഓരോ ദിവസവും കേൾക്കുന്നു, കാണുന്നു, ഒക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് അതിനെ ഒന്ന് റിയാക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ പൊതുജനത്തിൽ ഇറങ്ങിയിട്ട് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത് തന്നെ. അപ്പോൾ എൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ ഇഷ്ടങ്ങളും ഒക്കെ എനിക്ക് പറയാനുള്ള ഒരു പബ്ലിക് പ്ലാറ്റ്ഫോം. അപ്പോൾ അതായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോകൾ എല്ലാവരും സ്നേഹിക്കണമെന്നോ ഇഷ്ടപ്പെടണമെന്നോ എൻ്റെ ചാനലിനെ എല്ലാവരും ബഹുമാനിക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടനുസരിച്ചിരിക്കും. പക്ഷേ ഉപദ്രവിക്കാതിരിക്കുക. ആവശ്യത്തിനും അനാവശ്യത്തിനും ഒക്കെ ചാനലിൽ കയറിയുള്ള ഈ തെറിവിളിയും ബാഡ് കമൻ്റിടക്കവും ദയവ് ചെയ്തൊന്നും മതിയാക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. കാരണം നിങ്ങളെ ഓരോ വ്യക്തികളെയും സഹോദര സ്ഥാനത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ജാതിയില്ല, മതമില്ല, രാഷ്ട്രീയമില്ല, ഒന്നുമില്ല. പിന്നെ ഞാൻ ആരാന്ന് ചോദിച്ചാൽ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. പിന്നെ ഞാൻ ജനിച്ചതും വളർന്നതും ജീവിച്ചതും ഇപ്പോൾ ജീവിച്ചുകൊണ്ടേ ഇരിക്കുന്നതും ഞാനൊരു എന്താണ് പറയുന്നത്, നമ്മൾ കുട്ടിക്കാലത്ത് എന്താണോ നമുക്ക് കിട്ടുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്ത് പോരുന്നത്. അപ്പോൾ ഞാനൊരു ഹൈന്ദവ മത പ്രകാരമാണ് ഞാൻ വളർന്നിട്ടുള്ളത്. ഞാനൊരു ഹിന്ദു സ്ത്രീയാണ്. അപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ ശരിക്കും ഞാൻ എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പലരും ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ്, ഞാൻ കഥകളിക്ക് വേഷം കെട്ടിയിണക്കിയിരിക്കുന്നു, ഓവർ മേക്കപ്പ്, അങ്ങനെയൊക്കെ ഞാൻ 1-2 പേര് അവിടെ ഇവിടെയൊക്കെ കമൻറ്റ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സത്യത്തിൽ എൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ ഞാൻ കുട്ടിക്കാലം മുതൽക്ക് ഞാൻ ഇങ്ങനെ തന്നെയാണ്. എൻ്റെ വീട്ടുകാർ വളർത്തിയത്, എൻ്റെ അമ്മ വളർത്തിയത് ഇങ്ങനെ തന്നെയാണ്. രാവിലെ കുളിപ്പിച്ചിട്ട് പിരികമൊക്കെ എഴുതി കുറിയൊക്കെ വരച്ച് അങ്ങനെയാണ് ഞാൻ ശീലിച്ചത്. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്യുന്ന സമയം വന്നപ്പോൾ തന്നെ ഞാൻ കുളി കഴിഞ്ഞ് രാവിലെയോ വൈകിട്ടോ കുളി കഴിഞ്ഞ സമയത്ത് എപ്പോഴായാലും സാധാരണ എൻ്റെ ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഞാൻ രാവിലെ എൻ്റെ വീട്ടു ജോലികളൊക്കെ തീരുന്ന സമയത്ത് അപ്പം
അപ്പം തന്നെ പോയി കുളിക്കും. എനിക്ക് സമയമൊന്നും നോക്കില്ല, അപ്പോഴും തന്നെ പോയി കുളിക്കുക. കുളി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏത് പാതിരാത്രിയാണെങ്കിലും നന്നായിട്ട് ചമഞ്ഞൊരുങ്ങണം, കുറിയിടണം. അതെനിക്ക് നിർബന്ധമാണ്. ഈ കുറിയുടെ കാര്യം എന്ന് വെച്ചാൽ എനിക്ക് വളരെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് എന്നെ ഇതുപോലെ കാണുന്നത്. അല്ലാതെ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുന്നതൊന്നുമല്ല. അത് എൻ്റെ അയൽപ്പക്കത്തുള്ള ആളുകൾക്ക് നന്നായിട്ട് അറിയാം. ഈ വീഡിയോ അവരും കാണുന്നുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ അറിയാം അതൊക്കെ. അത്രയേ ഉള്ളൂ കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കും മനുഷ്യരാവുന്നത് നമ്മൾ എല്ലാ മതങ്ങളെയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മൾ മനുഷ്യരാവുന്നത്. നമ്മൾ മറ്റൊരാളുടെ മതത്തിലേക്ക് ഇടിച്ച് കയറാൻ ശ്രമിക്കരുത്. അതൊന്നും അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ജസ്ലയുടെ സംഭവം വന്നപ്പോഴത്തേക്ക് ഞാൻ നന്നായിട്ട് പ്രതികരിച്ചത്. അല്ലാതെ മുസ്ലിം സഹോദരങ്ങളെ ഇഷ്ടമല്ലാഞ്ഞിട്ടൊന്നുമല്ല. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി എവിടെ തെറ്റാണെന്ന് എനിക്ക് തോന്നിയാലും ഞാൻ പ്രതികരിക്കും. എൻ്റെ ചാനലിലൂടെ ഞാൻ മാന്യമായ രീതിയിലാണ് പ്രതികരിക്കുന്നത്. അപ്പോൾ തിരിച്ച് കിട്ടുന്ന മറുപടി മാന്യതയോടുകൂടി ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് അല്ലാതെ മാന്യതയോടുകൂടി അല്ലാതെ കമൻ്റ് ഇടുന്നവരെയൊക്കെ ഞാൻ ബ്ലോക്ക് ചെയ്ത് കളയും. അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താണ്, ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായവർ കമൻ്റ് ചെയ്യുക, ഇഷ്ടപ്പെടാത്തവർ കാണാതിരിക്കുക. ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റും. ഇനി ഇതുപോലെ നല്ല അതിമനോഹരമായ ഓരോ വീഡിയോകളുമായിട്ട് ഞാൻ വരാം. റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരും. അപ്പോൾ എൻ്റെ ഇങ്ങനെയുള്ള വീഡിയോകളൊക്കെ കണ്ടിട്ട് നേരത്തെ ഞാൻ ഇട്ട പോലുള്ള നമ്മുടെ ചാനലിലെ അമ്മച്ചിമാരെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോകളൊക്കെ ഇടുമ്പോൾ പലരും ചോദിക്കും, നിങ്ങളുടെ ചാനലിൽ ഇതെന്താ, നിങ്ങളെന്താ ഇരട്ടത്താപ്പ്, നേരത്തെ ഇട്ട വീഡിയോകളൊന്നും ഇങ്ങനെയുള്ളതൊന്നും അല്ലായിരുന്നല്ലോ, അത് കാരണമാണ് നിങ്ങളുടെ ചാനലിലേക്ക് കയറിയത്. ഇതേ ഇപ്പോൾ കയറിയപ്പോഴത്തേക്ക് നിങ്ങൾ വേറെ വൾഗറായിട്ടുള്ള വീഡിയോകളൊക്കെ ഇട്ടിരിക്കുന്നു. അപ്പോൾ നിങ്ങളും ശരിക്കും ക്യാഷിന് വേണ്ടിയിട്ടല്ലേ വീഡിയോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ തന്നെ. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു റിയാക്ഷൻ വീഡിയോ ഇടുന്ന ചാനലാണ്. അപ്പോൾ ഇതിൽ എനിക്കിടണം എന്ന് തോന്നുന്ന ടൈപ്പിലുള്ള എല്ലാ വീഡിയോകളും ഞാനിടും. കാരണം ഇപ്പോൾ പ്രതികരിക്കേണ്ട ഒരു സമയമാണ്. കാരണം ഈ റിയാക്ഷൻ വീഡിയോ വഴി ഞാൻ ഈ സ്ത്രീകളെയൊക്കെ പേരൊന്നും ഞാൻ പറയുന്നില്ല, പേരൊന്നും പറഞ്ഞ് പണി മേടിക്കാനൊന്നും എനിക്ക് വയ്യ. അതുകൊണ്ട് തന്നെ പേടിച്ചിട്ടൊന്നുമല്ല, വെറുതെ നമ്മുടെ ചാനലിനെ ബാധിക്കും, അതുകൊണ്ട് മാത്രം. അപ്പോൾ ഇവരെയൊക്കെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട സമയമാണ്. പ്രതികരിച്ചേ മതിയാവും. കാരണം ഒരാളിൽ തുടങ്ങി ഇപ്പോൾ എവിടെ നോക്കിയാലും മലയാളികൾ കംപ്ലീറ്റ്, അല്ലാതെ ഭാഷക്കാരൊക്കെ ഉണ്ട്, ഇല്ലെന്നല്ല, ഇപ്പോൾ എല്ലാണ്ണും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇതുപോലെ മെമ്പർഷിപ്പ് ലൈവുമായിട്ട്. അപ്പോൾ അതങ്ങനെ അങ്ങ് വെറുതെ കണ്ണടച്ചിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ഈ തോന്നിയാസങ്ങളൊക്കെ പൊളിച്ചെടുക്കാനായിട്ട് അവരിടുന്ന ലൈവ് തന്നെയാണ് എടുത്ത് ഞാൻ ഇതിനകത്ത് ക്ലിപ്പായിട്ട് അവിടെ ഇട്ടിരിക്കുന്നത്. അതിടാതെ പലരും പറയും ഇതിടരുത് ചേച്ചി, സ്ട്രൈക്ക് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട്. അത് സത്യമാണോ? നിങ്ങൾ പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. അവരുടെയൊക്കെ വീഡിയോയിൽ അവിടെ ഇവിടെയൊക്കെ എടുത്തിട്ട് കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും പണി തരും. പക്ഷെ ഞാനതൊന്നും നോക്കുന്നില്ല. അങ്ങനെ പണി തന്ന് എൻ്റെ ചാനൽ പൂട്ടി പോവുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും വേറൊരു ചാനൽ എടുക്കുന്നതായിരിക്കും. ഉത്തര ഉണ്ണി എന്നുള്ള എൻ്റെ ഈ ചാനലിൻ്റെ സ്ഥാനത്ത് ഉത്തര എന്നുള്ള പേര് എന്തായാലും കാണും, മറ്റെന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ എൻ്റെ ചാനൽ പുതിയതായിട്ട് തുടങ്ങുകയാണെങ്കിൽ ഞാനത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ മനോഹരമായിട്ടുള്ളൊരു വീഡിയോയുമായിട്ട് വരാം. അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി, നമസ്കാരം.